ഹായ്, എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ കോട്ടയത്ത് തന്നെയുണ്ട് കേട്ടോ. കോട്ടയം വിട്ട് പോയില്ല. അപ്പോൾ ഇവിടെ ഒരു റൂം എടുത്തു, ചെറിയ റൂം എടുത്തു, ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ. ഇനി ഇവിടുന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് പള്ളിയിൽ പോവാണ്. അപ്പോൾ ഓശാന ഞായറാഴ്ചയാണ്. അതെ, അപ്പോൾ എന്തായാലും അതെ അതെ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ പള്ളിയിലോട്ട് ഇറങ്ങുവാണ്. ഇനി ഇന്നിപ്പം അതെ ആ പള്ളിയിൽ, അതെ കുടമാള പള്ളിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ പോയി ഓശാന കുർബാന അവിടെ കൂടാന്ന് വിചാരിച്ചു. അപ്പൊ എന്താ അതെ അല്ലേ, ഓക്കെ. ഞങ്ങൾ താമസിച്ചത് ഇന്നലെ എവിടെയാണ് കേട്ടോ, ഇതേ ഈ ഹോട്ടലിൽ. ഇതാ മറീന ലോഡ്ജ്, അത്യാവശ്യം നല്ലൊരു ഹോട്ടല്. അതുപോലെ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് നല്ല സൗകര്യം. എന്തോ ഹോട്ടലല്ല, മറീന ലോഡ്ജ്. എന്തായാലും AC നോൺ AC റൂംസും ഉണ്ട്. വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നാലും നല്ല അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു നല്ല വീട് പോലുണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് വണ്ടി ഇടാനൊക്കെ ആണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. മാങ്ങാപ്പഴോ? ശരിയാട്ടോ, അതിന് മണ്ടേ നിറച്ച് മാങ്ങ കിടക്കുന്നു. അയ്യോ, താഴെ തേണ്ടേ മാങ്ങാപ്പഴം വീണ് കിടക്കുന്നുണ്ടോ? ഇതിലെല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ മാങ്ങാപ്പഴം. ഇവർക്ക് കൊള്ളത്തില്ല, അറിയത്തില്ല. ഞങ്ങൾ അതെ പള്ളിയിൽ പോകാനായിട്ട്. അതെ അതെ, ഇനി പള്ളി കയറി വെച്ചിട്ട് പള്ളി ചെന്നിട്ട് കാണിക്കാം അല്ലേ. ഓക്കെ. അങ്ങനെ രാവിലെ വണ്ടി കയറിയിരിക്കൊണ്ട് ബാഗ് എടുത്തില്ല. ഓക്കെ. നമ്മളിവിടെ കുറച്ച് ഇങ്ങ് മാറിയപ്പം ഒരു തട്ടുകട കണ്ടു. അവിടുന്ന് പൊറോട്ട അടിക്കുന്ന കണ്ടു. പിന്നെ പൊറോട്ട കഴിക്കാന്ന് വിചാരിച്ചു. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് മിക്കവാറും കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ. എനിക്ക് പൊറോട്ട മതി. എനിക്ക് പൊറോട്ട അടിക്കുന്ന കണ്ടപ്പോ പൊറോട്ട തിന്നാനൊരു ആഗ്രഹം. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തി നമ്മള് പൊറോട്ട കഴിക്കട്ടെ അല്ലേ. ഇതാട്ടോ തട്ടുകട. അവിടെ ഹോട്ടലിനാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ തട്ടുകടയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. ഇതാണ്ട് ഒരാളുടെ ഫുഡ്. ഒരാള് ദോശയും ചമ്മന്തി കഴിക്കുന്നു, ഒരാള് പൊറോട്ടയും മുട്ടക്കറി. അതെ അതെ അതെ. ഇവിടെ ഒരു തട്ടുകടയുണ്ട്, തട്ടുകട മേടിച്ചതാണ്. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കടകളൊന്നും കണ്ടെന്ന് വരില്ല. തുറക്കാനായിട്ട് നല്ല കടകളില്ല. ദോശയും പൊറോട്ടയും കിട്ടുന്ന കടകൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ വല്ല ബിരിയാണി അങ്ങനെയുള്ള ചിക്കൻ മന്തി അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. വലിയ പാടാ കിട്ടാനായിട്ട്. കിട്ടുന്ന കടയിൽ നിന്ന് കഴിച്ചിട്ട് പോവാണെങ്കിലേ അവിടെ ഇരിക്കാനിട കുറവാ. വണ്ടിക്കകത്ത് കയറി കഴിച്ചതാണ്. നല്ല മഴ പെയ്യുന്നത്, നല്ലൊരു ക്ലൈമറ്റ്. അപ്പൊ നമുക്ക് 2 മിനിറ്റും 1.2 കിലോമീറ്ററുമാണ് കാണിക്കുന്നത് കുടമാളൂർക്ക്. ഞാൻ ഇതിലേ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ്. ഭരണങ്ങാനത്തൊക്കെ വന്നിട്ടുണ്ടല്ലോ. കോട്ടയം മെഡിക്കൽ കോളേജ് ഏരിയയിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജിലും ആദ്യമായിട്ടാണ് വരുന്നത്. അതെ അതെ, ഞാന് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട് ഇഷ്ടംപോലെ. കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ സമയം 9:15 ഉള്ളൂ. 9:30 അവിടുത്തെ കുർബാന എന്നാണ് നമ്മള് വിചാരിക്കുന്നത്. നമുക്ക് കറക്റ്റ് അറിയത്തില്ല. സാധാരണ അവിടുത്തെ കുർബാന ക്രമം കാണിച്ചേക്കുന്നത് 7 മണിക്ക് 9:30 കാണിച്ചേക്കുന്നത്. ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. എന്നാലും നമ്മളൊരു ഊഹം വെച്ചങ്ങ് പോവാണ്. അപ്പൊ ഇവിടെ നമ്മള് ഇവിടുന്ന് തിരിയുവാണ്. ഈ ഒരു ജംഗ്ഷനാണ്. ജംഗ്ഷനില് അതെ ഒരു കുരിശുപള്ളി. ഇതാ ജംഗ്ഷനിൽ കറക്റ്റ് ഒരു കുരിശുപള്ളി തിരിപ്പുണ്ട്. അവിടെ നമ്മൾ ഈ സൈഡിലേക്ക് തിരിയുവാണ്. ഈ സൈഡിലേക്ക് തിരിഞ്ഞു ഇവിടുന്ന് 240. അയ്യോ, പള്ളി കഴിഞ്ഞതേ ഉള്ളൂ രാവിലത്തെ. കഴിഞ്ഞിട്ടില്ല. അല്ല രാവിലത്തെ 9:30 സമയമായില്ലല്ലോ. 9:30 ആയില്ല. പള്ളി എവിടെ കാണിക്കുന്നത്? തിരക്കാണ് കേട്ടോ, അതൊട്ട് കേറാൻ പറ്റൂല. അപ്പൊ രാവിലത്തെ കുർബാന കഴിഞ്ഞില്ലേ? അത് തുടങ്ങുന്നേ ഉള്ളോ? ഇതാട്ടോ സെന്റ് അൽഫോൻസ് പള്ളി. ഇതാണേ നമ്മൾ ആദ്യമായിട്ടാണ് എന്റെ പേരുള്ളൊരു പള്ളി. എന്റെ പേരുള്ള പള്ളിയില് ആണല്ലോ നമ്മളിന്ന് കുർബാനയ്ക്ക് വന്നിരിക്കുന്നേ. ആണല്ലേ,
ഓല മേടിച്ച് കുറെ പേരൊക്കെ പോകുന്നുണ്ട്. ഇത് രാവിലത്തെ കുർബാന കഴിഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വണ്ടി ഇത് അങ്ങോട്ട് ഇങ്ങനെ കയറ്റിയിടും ഇവിടെ എവിടെയെങ്കിലും. അതായിരിക്കും ഇത്രയും വണ്ടി ഇല്ലല്ലോ, രണ്ടാമത്തെ കുർബാന തുടങ്ങുന്ന സമയമായില്ലല്ലോ. അപ്പൊ ഈ വണ്ടികളൊക്കെ പോകാനുള്ളതായിരിക്കും മിക്കവാറും. കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഇവിടെ ഏതെങ്കിലും ഒരു ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം. കുർബാന കഴിഞ്ഞതാണ്. അവിടെ ചേട്ടൻ നിൽപ്പുണ്ട്, ചേട്ടനോട് ചോദിച്ചാൽ അറിയാമല്ലോ. കുടുംബാളൂർ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. തിരിച്ചു പോവാണ്. സത്യം പറഞ്ഞ കുർബാന 9:30-ക്കല്ല, 10:30-ക്കായിരുന്നു. അത് ജസ്റ്റ് നമ്മുടെ പള്ളിയുടെ വാതിക്ക് വരെ പോയില്ല, അതിന് തൊട്ട് താഴെ വരെ നിന്ന് സമയം ചോദിച്ചിട്ട് പോരുവാ ചെയ്തത് കേട്ടോ. കാരണം ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പം ഇനി അടുത്ത കുർബാന ഇഷ്ടം പോലെ കുർബാന ഉണ്ടെന്ന് പറഞ്ഞു. 11 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, 7 മണിക്ക് ഒക്കെ കുർബാനയുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് കുർബാനകളുടെ എണ്ണം കുറയും. പിന്നെ അടുത്ത കുർബാന 10:30-ക്കാന്നാ പറഞ്ഞത്. അപ്പം 10:30-ക്ക് പോവാന്ന് വിചാരിച്ചു. 1 മണിക്കൂർ സമയമുണ്ട് നമുക്ക്. നമ്മളെ അറിയുന്ന ഒരു ചേച്ചി അവിടെ ഇറങ്ങി വന്നു, നമ്മുടെ അടുത്ത് വന്നു. അതെ അതെ, സംസാരിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങളെ ആ ദൂരത്തുനിന്ന് കാരണം കുർബാന എപ്പോഴല്ലല്ലോ എന്ന് അറിഞ്ഞതുകൊണ്ട് ചേച്ചി കണ്ടു കേട്ടോ നമ്മളെ. അന്നേരം അതിൽ ഇറങ്ങി വന്ന് ചിരിച്ചു. അപ്പഴേ മനസ്സിലായി അറിയുന്ന ആരോ ആണ്. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങള് പോന്നു. പോവാം ഇനി. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചപ്പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങി തിരിഞ്ഞു വരാം. മെഡിക്കൽ കോളേജ് മന്നാനം മെഡിക്കൽ കോളേജ്. അതെ, മെഡിക്കൽ കോളേജിലേക്ക് 5.5 കിലോമീറ്റർ ഉള്ളോ? ഇതിലാണോ? ഇതിലെനിക്ക് അറിയില്ലപ്പോ. അപ്പോൾ നമ്മൾ പോയിട്ട് വീണ്ടും തിരിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് 10:30 പള്ളിയിൽ വന്നിരിക്കുകയാണ്. കുർബാന തുടങ്ങിയിട്ടില്ല. അപ്പോൾ കുടമാളൂരും കോട്ടയൊക്കെ ഉള്ളവരെല്ലാവരും ഉണ്ടെങ്കിൽ ഒരു ഹായ് ഇടുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓശാന ഞായറാഴ്ചത്തെ കുർബാന ഇവിടെയാണ് കൂടുന്നത്. ഓക്കെ, കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പം നമ്മൾ ഓശാന ഞായറാഴ്ച ഇടവകപ്പള്ളി മാറി നമ്മുടെ കുടമാളൂർ പള്ളിയിൽ വന്നിട്ട്, അതെ അതെ അതെ, ഇതാണ് പള്ളി ഉണ്ടല്ലേ, പള്ളിയുടെ കവാടം. പള്ളി മുകളിലാണ്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ പള്ളിയിൽ നിന്ന് കുർബാന കൂടി ഓല മേടിച്ചു. നമ്മൾ ആദ്യം ഒന്നും വന്നായിരുന്നു, അപ്പോഴത്തേക്കും കുർബാന കഴിയാറായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് 3-4 കുർബാനയും കണ്ടല്ലോ ഒരു ദിവസമുള്ള. 4-5 കുർബാന ഉണ്ടെന്ന് തോന്നുന്നു. ആ, അപ്പോൾ എന്തായാലും ഞങ്ങൾ പള്ളി കഴിഞ്ഞ് ഇറങ്ങി. തീർത്ഥാടന കേന്ദ്രത്തിന് ഇന്ന ദിവസം വരാൻ പറ്റി. അതെ അതെ അതെ, അതെ അതെ. അപ്പം സമാധാനമായി. അതെ, എല്ലാവർക്കും ഓശാന തിരുനാൾ ആശംസകൾ.